ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇതാണ് വിവോയുടെ V60 എന്ന ഫോൺ. സൈസ് പവർഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്യാമറയുണ്ട്, അതേപോലെ തന്നെ നല്ല ഡീസൻ്റ് ആയ പെർഫോമൻസിൻ്റെ ഒപ്പം നല്ല അടിപൊളി ബാറ്ററി സെറ്റപ്പ് ഉണ്ട്, നല്ല നൈസ് സ്ലിം ആയ ഡിസൈനും വരുന്നുണ്ട്, കീഴിലും ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ട്. ഒരു ക്യാമറ സെൻട്രിക്കായി ഫോൺ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സീരീസിന് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. ഇത് തീർച്ചയായിട്ടും പരിഗണിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടു നോക്കൂ. അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ് ഞാനൊന്ന് കാണിക്കാം. കണ്ടു നോക്കിയിട്ട് തീരുമാനിക്കുക വേണോ വേണ്ടോ എന്നൊക്കെ. എന്തായാലും ഇതിൻ്റെ എല്ലാ വശങ്ങളും ഞാൻ പറയുന്നുണ്ട്, നല്ല വശങ്ങളും പോരായ്മകളും ഒക്കെ പറയുന്നുണ്ട്. കണ്ടു നോക്കിക്കോളൂ. ഈ കാണുന്നതാണ് ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ ഫോൺ തന്നെയാണ് കിട്ടുന്നത്. ഫോൺ നന്നായിട്ടുണ്ട്, നമുക്കതുകൊണ്ട് മാറ്റി വയ്ക്കാം. പിന്നെ കേസാണ് കാണുന്നത്, അത്യാവശ്യം നല്ലൊരു കേസാണ്. പിന്നെ ചാർജർ 90 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. ചാർജിങ് കേബിളും കാണാം, ടൈപ്പ് A to C ചാർജിങ് കേബിളാണ്. പിന്നെ സിം ടൂളും വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് വിവോ V60 എന്ന ഫോണിൻ്റെ ഡിസൈൻ. നല്ല നൈസ് ഡിസൈൻ ആയിട്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ആ ഒരു ക്യാമറ മോഡുകളുടെ അവിടെ എന്തോ ഒരു പ്രീമിയംനെസ് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ പറയാം. ഫോണിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. താഴെ ഡുവൽ നാനോ സിം സ്ലോട്ടാണ് വരുന്നത്. പിന്നെ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ടോപ്പിൽ IR ബ്ലാസ്റ്റർ, സ്പീക്കർ ഗില്ല്, നോയ്സ് ക്യാൻസലിംഗ് മൈക്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫ്രണ്ട് ഡിസ്പ്ലേ ഒരു ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്, നൈസായിട്ടാണ് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഡിസൈനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ രണ്ടാമതായിട്ട് പറയാം. കാര്യം മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് ക്യാമറയാണ്. സൈസ് പവേർഡ് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ്. സോ അതിൻ്റെ സാമ്പിളുകൾ ആദ്യം കാണിക്കാം. ഈ കാണുന്ന തരത്തിലുള്ള നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. 50 MP സൈസ് ഗ്രൂപ്പ് സെൽഫി ക്യാമറ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. നല്ല ക്വാളിറ്റിയാണ്. മെയിൻ ക്യാമറ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള സോണി ക്യാമറയാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ സൂപ്പർ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. 3x ഒപ്റ്റിക്കൽ സൂമും 100x വരെ ഡിജിറ്റൽ സൂമും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8 മെഗാപിക്സലിൻ്റെ സൈസ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ സാമ്പിൾ ഞാൻ അവിടെ കാണിക്കുന്നത്. ഇനി വീഡിയോ സാമ്പിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നത് 4K വീഡിയോ സാമ്പിളാണ്. മെയിൻ ക്യാമറയുടെ നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്കിവിടെ കാണാം ഡേ ലൈറ്റ്, ഇൻഡോർ ലൈറ്റ്, അതേപോലെ ഹ്യൂമർ സബ്ജക്റ്റ് അല്ലാത്തത് എല്ലാം ഞാനിവിടെ ഷൂട്ട് ചെയ്ത സാമ്പിൾ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ടുണ്ട്. സെൽഫി ക്യാമറയിലും ഞാനിവിടെ ഷൂട്ട് ചെയ്ത 4K വീഡിയോ, നമുക്ക് സെൽഫിയിൽ 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സാമ്പിളാണ് കാണുന്നത്. അതും നന്നായിട്ട് വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിലടക്കം എല്ലാം കാണിക്കുന്നുണ്ട്. സോ മൊത്തത്തിൽ നന്നായിരിക്കുന്നു ഇതിൻ്റെ ക്യാമറ എന്നാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്യുക. സംഗതി വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോസ് ആയിട്ടാണ് തോന്നിയത്. ഇനി ഇതിൻ്റെ ക്യാമറ ഇൻ്റർഫേസിൽ ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. സൈസ് മൾട്ടി ഫോക്കൽ പോർട്രേറ്റ്, സൈസ് സ്റ്റൈലായിട്ടുള്ള പോർട്രേറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും. പലതരത്തിലുള്ള സൈസ് പോർട്രേറ്റുകൾ, ബയോട്ടാർ, ബി സ്പീഡ്, സോണാർ എന്ന് പറഞ്ഞിട്ട് പല തരത്തിലുള്ള സംഭവങ്ങൾ എടുക്കാൻ പറ്റും. എടുത്ത് ട്രൈ ചെയ്യാം. പിന്നെ വെഡ്ഡിംഗ് വ്ളോഗ് മോഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് ഇതിനകത്ത് മാക്രോ, വീഡിയോയുടെ തൊട്ടപ്പുറത്ത് മാക്രോ മൂവി എന്ന് പറയുന്ന ഒരു സെറ്റപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പലതരത്തിലുള്ള വെഡ്ഡിംഗ് സ്റ്റൈലുകൾ കാണാൻ സാധിക്കും. വെഡ്ഡിംഗ് അല്ല, പലതരത്തിലുള്ള സ്റ്റൈൽ. ഒരെണ്ണം വെഡ്ഡിങ്ങും ആണ്. ഏതോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു എഫക്റ്റും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് സേവ് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി എടുക്കാവുന്ന സാരം. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. പിന്നെ ഇതിനകത്ത് AI 4 സീസൺ പോർട്രേറ്റ്, 4 സീസണില്ല, അത് കാലാവസ്ഥകൾക്കനുസരിച്ചുകൊണ്ട് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതിന് മുകളിൽ AI എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ 4 സീസണുകളുടെ ഇത് വരും. സോ അപ്പോൾ നമ്മളൊരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്നു. ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ടാണ് അത് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു കാലാവസ്ഥയിൽ നമ്മൾ നിൽക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാം സാമ്പിൾ. സോ ഇത്തരത്തിലുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. സോ അപ്പോൾ ക്യാമറയിൽ അത്യാവശ്യം നോർമലായിട്ട് തന്നെ നല്ല ക്വാളിറ്റി കിട്ടുന്നത് 3x ഒപ്റ്റിക്കൽ സൂമുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അതിന് കൂടുതൽ ഇങ്ങനത്തെ ചില സ്പെഷ്യൽ എഫക്റ്റുകളും സംഭവങ്ങളൊക്കെ ഇത്തവണ ക്യാമറയിൽ വിവോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. പിന്നെ ബേസിക് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. AI ഇറേസർ, അൺവാണ്ടഡ് ഒബ്ജക്റ്റുകളൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്ത് ഇറേസ് കളയുന്ന പരിപാടിയൊക്കെ ഉണ്ട്. AI റിഫ്ലക്ഷൻ റിമൂവർ ഉണ്ട്. റിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയാം. ഇനി കൂടുതൽ അൺവാണ്ടഡ് കുറേ ആൾക്കാർ അവിടെ നിൽക്കണമെങ്കിൽ പീപ്പിൾ റിമൂവർ വെച്ചുകൊണ്ട് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ മാജിക് മൂവ്, നമ്മളെടുത്ത ഫോട്ടോയിൽ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ വേണമെങ്കിൽ സൈഡിലോട്ട് മാറ്റി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ AI ഫില്ല് ചെയ്ത് സെറ്റപ്പ് ആക്കി തരുന്ന പരിപാടി. ഇങ്ങനെ കുറേ AI ഫീച്ചേഴ്സ് ക്യാമറയുടെ ഭാഗത്തുണ്ട്. മൊത്തത്തിൽ ക്യാമറ ഇങ്ങനത്തെ സ്പെഷ്യൽ ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ V60 കൊള്ളാം, നിങ്ങൾക്ക് പറ്റിയതായിരിക്കും. എന്നാലും കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സോ അതാണ് V60 ഫോണുകളുടെ മെയിൻ സംഭവം, ക്യാമറയാണ്. അതാണ് നമ്മൾ കാണിച്ചത്. ഇഷ്ടപ്പെട്ടെന്നുള്ളത് പറയുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കി കാര്യങ്ങൾ. ഡിസൈൻ തിക്നെസ് 7.65 mm ആണ്. വളരെ സ്ലിമ്മായ ഫോണാണ്. വെയിറ്റ് 200 ഗ്രാമാണ് വരുന്നത്. ഭയങ്കര ലൈറ്റ് വരുമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ അടിപൊളിയാണ്. അത് കാരണം ഓവർ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു ഇഷ്യൂ ഇല്ല. പിന്നെ IP68, 69 തുടങ്ങിയ വാട്ടർ റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം മഴയത്തൊക്കെ നനഞ്ഞാലും പെട്ടെന്ന് കംപ്ലൈൻറ്റ് ഒന്നും പറ്റില്ല. അപ്പോൾ അറിഞ്ഞിരിക്കുക. എന്തെങ്കിലും എവിടെയൊക്കെ തട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സീരിയൽ വല്ല കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വെള്ളം കയറാം. അങ്ങനെ കയറിയാൽ വാറണ്ടി കിട്ടില്ല. സോ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് തീർച്ചയായിട്ടും കരുതാം. IP68ഉം 69ഉം വരുന്നുണ്ട്. പിന്നെ ഡയമണ്ട് ഷീൽഡ് ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. അത്യാവശ്യം സ്ട്രോങ് ആണ്. പിന്നെ ഉള്ളിൽ കോംപ്രഹെൻസീവ് കുഷൻ സ്ട്രക്ചർ ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് താഴെ വീണാൽ അങ്ങനെ ഇന്റേണൽ ഡാമേജുകളൊന്നും പെട്ടെന്ന് വരില്ല. ഇത് സ്ട്രോങ് ആയ ഫോണും കൂടിയാണെന്ന് സാരം. സ്ലിമ്മും ആണ്, സ്ട്രോങ്ങും ആണ്. എന്ന് വെച്ചിട്ട് ഞാനിത് താഴെ ഇട്ട് നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. സംഭവം അവർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇതിന്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അറിഞ്ഞിരിക്കുക. ഡിസ്പ്ലേ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്.
6.77 ഇഞ്ച് വരുന്ന ക്വാഡ് കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ആണ്. 5000 നെസിന്റെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. 1500 നെസിന്റെ ഗ്ലോബൽ പീക്ക് ബ്രൈറ്റ്നസ് ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. ഞാൻ ഇൻഡോറിലും പലതരത്തിലുള്ള വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്ത് നോക്കി, ഔട്ട്ഡോറും കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കി, യാതൊരു വിഷയമില്ല. ബെസ്റ്റ് ഡിസ്പ്ലേ ആണ്. ഈവൻ ഗെയിമിംഗ് അടക്കം നമ്മൾ ഇതിൽ ചെയ്ത് നോക്കി. ഗെയിമിങ്ങിന് ഇത് വലിയ സംഭവമല്ല, ഞാൻ പെർഫോമൻസിൽ പറയാം. പക്ഷേ എന്നാലും വേണമെങ്കിൽ ഗെയിം കളിക്കുമ്പോഴും ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല, സെറ്റാണ്. സോ ഡിസ്പ്ലേ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. നല്ല നൈസ് ആയിട്ടുള്ളൊരു ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ. ഇനി ഇതിന്റെ പെർഫോമൻസ് വന്നു കഴിഞ്ഞാൽ യാതൊരു വിഷയമില്ല, നൈസ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സാധാരണ യൂസിന് ഇത് ഓക്കെയാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 7 Gen 4 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. LPDDR4X RAM ആണ്. UFS 2.2 സ്റ്റോറേജ് ആണ്. ഇതിന്റെ പ്രൈസിന് ഇതൊന്നും വന്നിട്ട് ഏറ്റവും നല്ല സെറ്റപ്പ് അല്ല. പക്ഷേ സാധാരണ യൂസിന് നിങ്ങളൊരു ക്യാമറ സെൻട്രിക് ഫോൺ എടുക്കുമ്പോൾ ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് സാധാരണ യൂസിന് ഇഷ്യൂസ് ഒന്നും വരില്ല. ഞാനിവിടെ നോർമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കി, ഗെയിമും കളിച്ച് നോക്കി. BGMI കളിക്കുമ്പോൾ സ്മൂത്ത് എക്സ്ട്രീം അത്രയേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് ഈ കാണുന്ന തരത്തിൽ ഗെയിം കളിക്കാൻ സാധിക്കും. സോ നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടൊന്നും ഈ ഫോൺ എടുക്കില്ല എന്ന് എനിക്കറിയാം. എടുക്കരുത്. ഇത് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഡേ ടു ഡേ യൂസിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡീസൻറ്റ് ഫോണാണ്. അതിനകത്ത് നമുക്ക് വേറെ ഒരു ഇഷ്യൂസും ഇതിനകത്ത് ഫേസ് ചെയ്തിട്ടില്ല. ഫൺ ടച്ച് OS 15 ആണ്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്. അതിൽ തന്നെ 4 വർഷത്തെ OS അപ്ഡേറ്റ്, ആൻഡ്രോയിഡ് അപ്ഡേറ്റും കിട്ടും. അതേപോലെ തന്നെ 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. 5 വർഷത്തെ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കമ്പനി ഇതിനകത്ത് വാഗ്ദാനം ചെയ്യുന്നത്. സോ സ്മൂത്ത് ആയിട്ട് 5 വർഷം വരെ ഉപയോഗിക്കാവുന്നത്. ഇത് 4 സ്റ്റോറേജ് വേരിയന്റുകൾ വരുന്നുണ്ട് കേട്ടോ. 8GB RAM 128GB സ്റ്റോറേജ്, 8GB RAM 256GB സ്റ്റോറേജ്, 12GB RAM 256GB സ്റ്റോറേജ്, 16GB RAM 512GB സ്റ്റോറേജ്. സോ ആവശ്യമുള്ള റാം സ്റ്റോറേജ് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചൂസ് ചെയ്തെടുക്കാം. സോ മൊത്തത്തിൽ പെർഫോമൻസ് ഓക്കെയാണ്, ഡീസൻ്റ് ആണ്. വേറെ കംപ്ലൈൻറ്റുകളൊന്നും നമ്മൾ കണ്ടില്ല. പിന്നെ ഇതിൽ Wi-Fi 6, Bluetooth 5.4, NFC തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. USB 2.0 ആണ് വരുന്നത്. സോ മൊത്തത്തിൽ വേറെ അപാകതകളൊന്നുമില്ല. ഓവറോൾ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന നൈസായ ഒരു ഫോണാണ്. ബാറ്ററി 6500 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ചാർജിങ് കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ നോർമൽ ആയിട്ടുള്ള എല്ലാ AI ഫീച്ചേഴ്സും ഉണ്ട്. അത് ഞാൻ വലിച്ചു വാരിയൊന്നും പറയുന്നില്ല. സാധാരണ സംഭവങ്ങൾ, സർക്കിൾ ടു സെർച്ച്, നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ സർക്കിൾ ടു സെർച്ച് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. Gemini സൈഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, Gemini വരും. Gemini ലൈവ് വേണമെങ്കിൽ ലൈവ് എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ AI ഇമേജ് എക്സ്പാൻഡർ, ഒരു ഫോട്ടോ എടുത്തിട്ട് അതിന് വേണമെങ്കിൽ നമുക്ക് സൈസ് കൂട്ടണമെങ്കിൽ AI അതിനെ കൂട്ടി ഫില്ല് ചെയ്തൊക്കെ തരുന്ന പരിപാടിയുണ്ട്. പിന്നെ ചില സ്പെഷ്യൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് ബ്ലോക്ക് സ്പാം കോൾസ്, ആ ഒരു സംവിധാനം വരുന്നുണ്ട്. ഡയലറിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ കാണാം, ബ്ലോക്ക് സ്പാം കോൾസ്. എല്ലാ സ്പാം കോളുകളെയും ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് അൺനോൺ ആയിട്ടുള്ള എല്ലാ നമ്പറുകളെയും ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കേണ്ട, അത് അബദ്ധമാവും. ബാക്കി സ്പാം ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ സസ്പെൻഡ് സ്പാം ബ്ലോക്ക് ചെയ്യാം, അഡ്വർടൈസിംഗ് ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇതിലുണ്ട്. എനേബിൾ ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ കോളിന്റെ ഭാഗത്ത് സ്മാർട്ട് കോൾ അസിസ്റ്റന്റും വരുന്നുണ്ട്. അതേ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ സ്മാർട്ട് കോളിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞോളണം. സ്മാർട്ട് സമ്മറി, അതേപോലെ കോൾ ട്രാൻസ്ലേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഇതിലൊരു ചെറിയ സംഭവം കൂടി ഉണ്ട്, AI ക്യാപ്ഷൻ. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ, ന്യൂസ് പ്ലേ ചെയ്യണം ഞാനിവിടെ. ഇത് നമുക്ക് മനസ്സിലാവാത്ത ഭാഷയാണ്. അതിനകത്ത് ഡിഫോൾട്ടായിട്ട് ക്യാപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് സൈഡ് ബാറിൽ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് അതിൽ AI ക്യാപ്ഷൻ, ആ ക്യാപ്ഷൻ ഉള്ള ഓപ്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ താഴെ വൃത്തിയായിട്ട് ആ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. സോ AI ക്യാപ്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള സ്മാർട്ട് ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. എല്ലാ തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. സോ അതൊക്കെ ഉപയോഗിക്കാം. സോ മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ അടിപൊളിയാണ്, ഡിസ്പ്ലേ ബെസ്റ്റ് ആണ്, അതേപോലെ ബാറ്ററി ടോപ്പ് ലെവലാണ്, അതേപോലെ വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. പെർഫോമൻസും ഡീസൻ്റ് ആണ്. സോ ഈ ഒരു ഫോൺ നമുക്കറിയാം, ഇത് വന്നിട്ട് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഫോൺ. അതുകൊണ്ട് തന്നെ ഒരു പ്രൈസ് ഓൺലൈൻ ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കരുത്. ഇത് ഡീസൻ്റ് ആണ്. ഈ സീരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും പുതിയ അപ്ഡേറ്റഡ് വെർഷൻ നന്നായിരിക്കുന്നു. ഞാൻ നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല, നൈസാണ്. സോ V60 താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാം. 19-ാം തീയതിയാണ് സെയിൽ ഡേറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 36,990 സ്റ്റാർട്ടിംഗ് പ്രൈസ്. ബാക്കിയുള്ള പ്രൈസുകളും കളർ ഓപ്ഷനും ഒക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫർ വരുന്നുണ്ട്. ഓഫറുകൾ എന്തൊക്കെയാണെന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. vivo.com, Flipkart, Amazon.in ഇവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ്. പ്രീ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ലൈൻ ഓഫറുകൾ, ലോഞ്ച് ഓഫർ അല്ലാത്ത ഓഫറുകളൊക്കെ ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പ്രീ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെയിൽ 19-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലായി. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്, ഈ ക്യാമറ ഫോൺ നിങ്ങൾക്ക് എടുക്കാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ അത്രയുമാണ് വിവോയുടെ V60 എന്ന ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അൺബോക്സിംഗ്, എൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ. മൊത്തത്തിൽ പതിവ് പോലെ തന്നെ വിവോ നല്ലൊരു നൈസായിട്ടുള്ള V series ഫോൺ ഇറക്കിയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. സോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.